ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം എപ്പോൾ നടക്കും എന്നുള്ളത് പലരും കമൻ്റായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു. അപ്പോൾ അന്ന് മുതൽ ചോദിക്കുകയാണ് ഇനി തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം എന്നാ വരിക എന്നുള്ളത്. ചോദിക്കാൻ കാരണമുണ്ട്. എന്താണ്? നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ഫോർത്ത് സെമസ്റ്ററാണ് അല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേകതയാണ്. ഒരു സെമ്മ് പഠിക്കുന്നതൊന്ന് എക്സാം എഴുതുന്നത് വേറെ സെമ്മിലാകാം. അപ്പോൾ ഫോർത്ത് സെമ്മിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടാകും, എന്നാണ് ഇനി തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം വരിക എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്തായാലും മാർച്ചിൽ തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ വെക്കേഷനിലാവോ എക്സാം? കാരണം സിക്സ് സെമസ്റ്ററിൻ്റെ എക്സാം മാർച്ച് 30 ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടൈം ടേബിളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഒരു വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ അതിൻ്റെ ടൈം ടേബിൾ വരും. അപ്പോൾ എന്തായാലും സിക്സ് സെമസ്റ്റർ മാർച്ച് ലാസ്റ്റിലോ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് സിക്സ് സെമസ്റ്ററിൻ്റെ എക്സാം ഉണ്ടാകും. ആ സിക്സ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ വെക്കേഷനിൽ എക്സാം ഉണ്ടാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. വെക്കേഷനിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ എക്സാമൊക്കെ വെക്കേഷനിൽ നടക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾ പേടിക്കണ്ട. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ എക്സാമുകളൊക്കെ വെക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മെയ് മാസത്തിലായിട്ട് ഈ തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം ആരംഭിക്കും. കാരണം ജൂണിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഫ്ത്ത് സെമസ്റ്റർ സ്റ്റാർട്ടാകും അല്ലേ? ഇപ്പോൾ ഫോർത്ത് ഏകദേശം ജൂണോട് കൂടിയിട്ട് ഫോർത്ത് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. ജൂണോട് കൂടിയിട്ട് ഫിഫ്ത്ത് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഒരുങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫിഫ്ത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം നിങ്ങൾക്ക് നടക്കും. ഓക്കെ. അപ്പോൾ പലർക്കും ഡൗട്ടുണ്ട്, ഈ നോമ്പാണ് വരുന്നത്, ഏപ്രിൽ മാസത്തിൽ നോമ്പാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോമ്പിലൊക്കെ നടക്കുമെന്നുള്ളത്. അപ്പോൾ അതിലൊരു നോമ്പിന് നടക്കായിക്കൊന്നുമില്ല, എക്സാമൊക്കെ നോമ്പിന് നടക്കും. അപ്പോൾ എങ്കിലും ഏപ്രിൽ ഫസ്റ്റിലൊന്നും തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവാനാണ് വെച്ചാൽ മെയിലാക്കായിട്ടാവും മിക്കവാറും തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. പിന്നെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ, ഫിഫ്ത്ത് സെമസ്റ്റർ, സിക്സ് സെമസ്റ്ററിലൊക്കെ എല്ലാ സബ്ജക്റ്റും, ഒട്ടുമിക്ക സബ്ജക്റ്റൊക്കെ എൻ്റെ വീഡിയോൻ്റെ ലെക്ചർ ക്ലാസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ക്ലാസ്, GSTൻ്റെ ക്ലാസ്, അതേപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അങ്ങനെ ഒട്ടുമിക്ക പ്രോബ്ലം പേപ്പറും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും അതേപോലെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരൊക്കെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ another video.